ഒരു സ്വപ്നമുള്ളത് ഒരു കൊച്ചു വീട് ഞങ്ങൾക്ക്. நீ ஜெயிக்கிறதும் தோக்கிறதும் ஓங்கறதாண்டா இருக்கு. ஜெயிச்சிடுவல்ல சாமி. அப்பா வந்து சாமியும் கூடவே இருக்காரு. ஊரே உனக்காக வேண்டுறோம் சாமி. ஜெயிச்சிடுறா. உன்னை நம்பி இருக்கோம்டா, ஜெயிச்சிடுறா. கையிலே ஆகாசம் கொண்டு வந்த ஓம் பாசம். ഗൈസ് അങ്ങനെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇന്ന് രാവിലെ പാല് കാച്ച് നമ്മൾ അവിടുത്തെ പരിപാടി 6 മണിക്ക് കഴിഞ്ഞ് 3 മണിക്കൂർ നമ്മൾ ഉറങ്ങിയുള്ളൂ. അതിനുശേഷം നമ്മൾ ഫ്രഷ് ആയിട്ട് വീണ് വീട്ടിലോട്ട് പോകുമ്പോൾ എല്ലാവരും റെഡി ആവാണ് ഗൈസ്. വീട്ടിലെല്ലാവരും വന്നു, നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കും. ഗസ്റ്റ് എല്ലാം വന്നായി. നമ്മളെല്ലാവരും റെഡിയായി. നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ കൊണ്ട് ഫ്രൂട്ട്സ് ഈ സാധനങ്ങൾ കണ്ട കുറെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് എല്ലാം നമ്മൾ അവിടെ വയ്ക്കേണ്ട സാധനങ്ങൾ ഇങ്ങനെ കൊണ്ട് കയറും. അങ്ങനെ ഒരു ഡേ വന്ന് ഗൈസ്. പക്ഷെ വീട് പറ്റിയതിന് പിന്നെ മുന്തിരി കഴിക്കാതെ അങ്ങനെ ചടങ്ങുണ്ടായിരുന്നു കേട്ടോ. അടി സിലിക്സ് തുടങ്ങി ഇപ്പൊ വാങ്ങിയായിരുന്നു. Emotions. Hi, Cremosh. എന്ത് പറയാ സന്തോഷം പുറക്കറിയിക്കാനാവാത്ത സന്തോഷം. നിങ്ങളുടെ കുടുംബത്തിന്റെ അധ്വാനത്തിന്റെ പദവട്ടി ആ പല സന്തോഷമല്ല വെക്കും. ഞാൻ ഇന്നലെ രാത്രി ഒരു റൗണ്ട് കരക്കേ ഇതെല്ലാം കണ്ടിട്ട് വെരി ഗുഡ്. ആനന്ദം തന്നെയാണ് അല്ലേ. അത്തേരെ കൂടെ നിന്ന് രണ്ടുപേരും കൂടെ ചേർത്ത് പിന്നെ പൂർത്തിയാക്കി അത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു വലിയൊരു ഇതിലാക്കിയത് യേശുവിന് നന്ദി. നിങ്ങൾക്ക് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഞങ്ങൾ ഇവിടെയാണ് താമസിക്കാൻ പോകുന്നത്. നമ്മുടെ വീഡിയോകളെല്ലാം ഇവിടെ വെച്ചായിരിക്കും. എല്ലാ ഫാമിലി മെമ്പേഴ്സ് എല്ലാരും വെട്ടിയാനിക്ക് നീങ്ങി കുറച്ച് സമയം. എത്ര മണി വെച്ച് കയറുന്നു? പള്ളിയിൽ വെച്ച വരുന്നു, പാല് വയ്ക്കുന്നു. ഒരു വീട് പാല് വെച്ചാൽ എത്ര നാളായില്ലേ? നമ്മൾ ഫാമിലിയിൽ കുറെ കാലത്തിന് ശേഷം 10 വർഷമെങ്കിലും ആവല്ലേ? ഒരു ഓർമ്മയില്ല. 10 വർഷം കഴിഞ്ഞാ നമ്മുടെ വീട് പാല് വെച്ച നമ്മളത് കാണുന്നു. തൂക്കറവും തട്ടറും എന്തോ ഒരു വിഷമമുണ്ട്. ഫ്രണ്ട്സ് ഒന്നും വരുന്നില്ലേ? അമ്മ വിളിച്ചില്ല. ബാബയുടെ ഒരു ഫ്രണ്ടായി ഇവൻ ഒരു 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന അവന്റെ അനിയന്റെ നേഴ്സ്റ്റാനത്തിന് അവൻ അവന്റെ വീട്ടിൽ വന്ന് വിളിച്ചില്ല. വേറെ കൊണ്ടറിയാമോ? നാണിച്ചാണ് അവനെ മാത്രമേ വിളിച്ചത്. 2 ലിറ്റർ കൊടുത്തിട്ട് നമുക്കൊന്നും ലിറ്റർ തന്നില്ലേ? தாய்மை வாழ்கென தூய செந்தமிழ் ஆரீராரோ ஆராரோ தங்க கைவளை வைர கைவளை ஆரீராரோ ஆராரோ இந்த நாளிலே வந்த ஞாபகம் எந்த நாளும் மாறாதோ கண்கள் பேசிடும் மௌன பாஷையில் என்னவென்று கூறாதோ திருநாள் இந்த ஒரு நாள் இதில் பல நாள் கண்ட சுகமே தினமும் ஒரு கணமும் இதை மறவாதெந்தன் மனமே விழி பேசிடும் மொழிதான் இந்த உலகின் பொது மொழியே பல ஆயிரம் கதை பேசிடும் உதவும் விழி வழியே திருநாள் இந்த ஒரு நாள் இதில் பல நாள் கண்ட സുഖമേ. എൻ്റെ 3 വർഷം മുമ്പ് ബർത്ത്ഡേ ചെയ്യാൻ പറഞ്ഞ് എനിക്ക് 3 ആഗ്രഹങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ ആഗ്രഹം
ഞാൻ അനീഷിനെ വെച്ച് ചെയ്ത്, എൻ്റെ ഒരു ഫ്രണ്ടിനെ വെച്ച് ചെയ്തു. അവൻ ഈ സൈഡാണെങ്കിൽ എൻ്റെ ഈ സൈഡ് വേറൊരു ഫ്രണ്ട് കൂടെ ഉണ്ട്. അവനെ വെച്ചാണ് ശരിക്കും പറഞ്ഞാൽ ഈ വീട് ഫുള്ളും തീർത്തത്. എന്തിനെങ്കിലും ഞാൻ ഫുൾ ടൈം ബിസി ആയിരിക്കും, എനിക്ക് രണ്ടും നോക്കണമല്ലോ, ചട്ടം പീസിൻ്റെ ഇത് നോക്കണമല്ലോ. അപ്പോൾ അവൻ ഫുൾ ടൈം വീട്ടിൽ തന്നെ ഉണ്ടാവും. രാവിലെ 7 മണി തൊട്ട് 6 മണി വരെ നമ്മൾ വീട്ടിൽ നിന്ന് വീട്ടിലുള്ള ഫുൾ പണി തീർത്തത് അവനാണ്. എന്താ പറയാ വീട് വെച്ചിട്ട്? വീട് എന്താ, ഒരു വർഷത്തെ ഫുൾ കഷ്ടപ്പാട്, പിന്നെ ആഗ്രഹം നമുക്ക് ഇനി വീട്ടുകാരുടെ ഞങ്ങള് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, കാരണം ഞങ്ങൾ ചെയ്ത വോയിസ് ഇല്ല അവിടെ. വീട്ടുകാരുടെ നിങ്ങളെല്ലാവരുടെയും അഭിപ്രായം അറിയണം, അവര് സംസാരിക്കും. ഞങ്ങൾക്ക് കടബാധ്യത തുടങ്ങിയത് ആ സമയത്ത് എൻ്റെ ഡാനി മോൻ പറഞ്ഞത്, അമ്മ വീട് വെക്കാം, വീട് വെച്ച് കടക്കാർക്ക് കൊടുക്കാം, അമ്മയ്ക്ക് ഇതിനേക്കാൾ വലിയൊരു വീട് ഞാൻ പണി ചെയ്ത് തരും, കഷ്ടപ്പെട്ടെങ്കിലും വീട് ഞാൻ ഉണ്ടാക്കാം അമ്മ, വിഷമിക്കണ്ട. പക്ഷെ അതുപോലെ തന്നെ എൻ്റെ ബർണാടും പറഞ്ഞു, ചേട്ടത്തി ഈ വീട് പോയ പോട്ടെ, നിങ്ങൾക്ക് ഡാനി വലിയൊരു വീട് ചെയ്തു തരും. ശരിക്കും പറഞ്ഞാൽ ഈ വീട് കെട്ടി തുടങ്ങിയപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ ഒരു ഐഡിയ ഇല്ലായിരുന്നു. എന്നുവെച്ചാൽ പ്ലാൻ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു, ഫോട്ടോ ഒന്നും കണ്ടിട്ടില്ലായിരുന്നു. ജോഷ് ചേട്ടൻ്റെ ഫ്രണ്ടുമായിട്ടാണ് ഡിസൈൻ ചെയ്ത് ഫുള്ള് സെറ്റാക്കി വെച്ചിരുന്നു. കെട്ടി ഒന്നും ഞാൻ വെച്ചാൽ എനിക്കൊന്നും മനസ്സിലാവില്ല. ഒരു ഫോട്ടോ ഓഫൻസ് കാണിച്ചു തരുമ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഇതുപോലെയൊക്കെ നമ്മൾ കെട്ടുവാ എത്രയും വലുതായിട്ടൊക്കെ കേൾക്കുന്നത്. പിന്നെ കെട്ടി വന്നപ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി മനസ്സിലായത്. അടിപൊളിയായിട്ട് എന്താണോ ആഗ്രഹിച്ചത് അതുപോലത്തെ ഒരു വീട് കെട്ടാൻ പറ്റി. പക്ഷേ ഈ കല്ലിടുന്ന സമയത്ത് ഈ ഫൗണ്ടേഷന് വന്നപ്പോഴും വലിയൊരു ഏരിയ ആയിരുന്നു. അപ്പോഴും ഞാൻ ജോഷുവമ്മനോട് പറയുന്നു, മോനെ വലുതല്ലേ, കുഴപ്പമില്ല അമ്മ, അച്ചാച്ചൻ പറഞ്ഞ് വലുതായിട്ട് ചെയ്യാനാണ്. പക്ഷേ കെട്ടി വന്നപ്പോഴത്തേക്ക് ഇത്രയും വലുതാകുമെന്നും ഇത്രയും ഭംഗിയായിരിക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. ചെടികൾ പക്ഷെ എല്ലാം അടിപൊളിയായിട്ടിരിക്കുന്നു കേട്ടോ, നന്നായിട്ടിരിക്കുന്നു, സൂപ്പറായിട്ടിരിക്കുന്നു. പക്ഷെ ഒട്ടും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഞങ്ങളുടെ ചേച്ചി ഫാമിലി ഇങ്ങനത്തെ ഒരു വീട് വയ്ക്കുമെന്ന്. എനിക്ക് സൂപ്പറായിട്ട് ഇഷ്ടപ്പെട്ടു ആ വീട്, നല്ല രസമുണ്ട്. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും കുറച്ച് കടന്ന് ചെയ്തിട്ടുണ്ട്. ഞാൻ സാധാരണഗതിയിൽ ഇവരുടെയൊക്കെ കടമൊക്കെ തീർന്ന സമയത്ത് ഒരു വീടൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുമല്ലോ, അതിനേക്കാളും നല്ല രീതിയിൽ സാധാരണ നമ്മളെല്ലാം ഇവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നോക്കുമ്പോൾ ഒരു വീട് പ്രതീക്ഷിക്കും. പക്ഷെ ഇത് അതിനേക്കാൾ ബെറ്ററാക്കി. ദിവസം നിനക്ക് കല്യാണം കഴിഞ്ഞ് ഇത് തോന്നുന്നത് വാടക വീട്ടിലേക്ക്, അതിനുശേഷം ഒരു റൂം, ഒരു അടുക്കള, പിന്നെ ഒരു വീട്, പിന്നെ അത് വിറ്റ് കമ്പനിയുടെ കഷ്ടം, ഇങ്ങനെയുള്ള ഒരു വീട് കിട്ടണമെന്ന് ഞാൻ സ്വപ്നത്തിൽ കിട്ടില്ല. ഇന്ന് കാണുമ്പോൾ ഞാൻ ആദ്യം ദൈവത്തിന് തന്നെയാണ് വന്നു. ഈ വീട്ടിൻ്റെ പണി തുടങ്ങിയ സമയം മുതൽ അവസാനം വരയ്ക്കും ഞാനിവിടെ ഉണ്ട് പണി നടക്കുമ്പോഴത്തേക്കും. അപ്പോൾ ഓരോരുത്തരും ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞാലും ഇതിൻ്റെ പണി തീർത്ത ആൾക്കാർ വരയ്ക്കും പറഞ്ഞു, ഏതായാലും ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഡിസൈൻ ചെയ്തിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. ലാസ്റ്റിലൊക്കെ വന്ന് നോക്കിയ ആൾക്കാർ പറയുന്നത് ഇവിടുത്തെ നല്ല മോഡലിൽ ചെയ്തിരിക്കുന്ന ഒരു വീടാണ്, 5 സ്റ്റാർ ഹോട്ടൽ പോലെയൊക്കെയുള്ള രീതിക്കാണ് ചെയ്തിരിക്കുന്നത്. ഈ കുടുംബത്തിൻ്റെ ഒരു സ്വപ്നമായിരുന്നു ഇങ്ങനത്തെ ഒരു വീട്. എല്ലാവരും, ഡാലി, ജോഷുവ, ആനി, എല്ലാവരുടെയും പ്രാർത്ഥനയും പ്രയത്നവും ഇതിനകത്തുണ്ട്. ഞങ്ങളുടെ വേനിയുടെ പ്രാർത്ഥന എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളോടൊപ്പം തോളോട് തോള് ചേർന്ന് നിന്നാണ് ഈ 2 സഹോദരങ്ങൾ. എല്ലാവരും ഉണ്ട്, എന്നിരുന്നാലും ആശ്വാസം തരുന്നത് ഈ സഹോദരങ്ങളാണ്. ഷെർലിയും പറയും, പേടിക്കണ്ട, മക്കളിലൂടെ നിങ്ങൾ രക്ഷപ്പെടും, നിങ്ങൾ വലുതാകും, ആൾക്കാർ നിങ്ങളെ നല്ലതെന്ന് പറയാൻ വേണ്ടിയിട്ട് വരം കടന്നു, നിങ്ങൾ പേടിക്കരുത്. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയോടുകൂടിയാണുള്ള വീട്. അവർ കാത്തിരുന്ന് നല്ലൊരു ഭവനം ദൈവം ഒരുക്കി കൊടുത്തവർ. അപ്പോൾ ഈ വീട്ടിലെ മെയിനായിട്ടുള്ള എനിക്ക് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്പോട്ടിലാണ് ഞാൻ ഇരിക്കുന്നത്. അതായത് ഞാൻ ജോഷുവിനകത്ത് ഇത് തുടങ്ങിയപ്പോഴേ പറഞ്ഞ് ലിവിങ് ഏരിയയിൽ ഒരു കോംപ്രമൈസ് ഇല്ല. എൻ്റെ കോൺസെപ്റ്റിനനുസരിച്ചുള്ള ഒരു സെയിം സാധനം അത് മസ്റ്റാണ്. ശവദത്ത് ഒരു കോംപ്രമൈസ് നടക്കത്തില്ല. ഇപ്പോൾ ഫാമിലി എല്ലാവരും വെച്ച് ഞങ്ങളുടെ ഫാമിലിയിൽ ഏകദേശം 40-50 പേരുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇരുന്ന് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് ഈ ഏരിയ. ഭയങ്കരമായിട്ട് ഇഷ്ടം. നൈറ്റ് ഒരു ഈവനിങ് വൈബ്, ഈവനിങ് സമയമൊക്കെ വന്നിട്ട് ഒരു ചായയൊക്കെ കുടിച്ച് നമ്മളെല്ലാവരുമായിട്ട് സംസാരിച്ചിരിക്കുമ്പോൾ നല്ലൊരു വൈബാണ് ഇവിടെ തന്നെ. നമ്മൾ യുണീക്കായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ പ്ലാൻ ചെയ്തത്. എന്ന് വെച്ചാൽ ഓരോ റൂംസും ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്തത്. എന്ന് വെച്ചാൽ ഓരോ റൂം ഓരോ രീതിയിലാണ് ചെയ്തത്. ഇന്ന് ഈ ദേശത്തിൽ ഒരു വലിയൊരു വീട് തന്നെയാണ്. വീടിൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് ആദ്യമൊന്നും എനിക്ക് മനസ്സിലായത്, ഞാൻ ബാക്കിയെടുത്ത് പറയുന്ന എന്താ ഒന്നും മനസ്സിലാകും. പക്ഷേ
ഒരു കുറവ് പറയാൻ എനിക്കത് തോന്നിയിട്ടില്ല. സത്യം പറഞ്ഞ് ഞാൻ ഇവരുടെ ഈ വീട് തുടങ്ങണമെന്ന് പറഞ്ഞപ്പോൾ ഒരു പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു. ഇത്രത്തോളം വലിയൊരു വീട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചൊന്നുമില്ല. വീട്ടിലുള്ള പലരും ഇങ്ങോട്ട് വന്നെങ്കിലും ഐ വാസ് വെയിറ്റിംഗ് ഫോർ ദ ലാസ്റ്റ് മൊമെന്റ്. അതെനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാകണമെന്നുള്ള ഒരു രീതിയിൽ തന്നെയാണ് ഞാൻ ലാസ്റ്റ് മൊമെന്റ് വരെ ഒന്ന് വെയിറ്റ് ചെയ്തത്. വന്ന് നോക്കിയപ്പോൾ എനിക്ക് പോലും ഒരു വാവ് ഫീലിംഗ് എനിക്ക് തോന്നി. കാരണം നമ്മളെ സ്വന്തം വീടാണെങ്കിൽ പോലും എനിക്ക് അത്രയും ഒരു സ്പെഷ്യാലിറ്റി തോന്നിയ ഒരു വീടാണ് ഈ സാധനം. നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്, നല്ല സ്പേഷ്യസ് ആക്കിയിട്ടുണ്ട്. വീടിൻ്റെതായ ഒരു യുണീക്നെസ് വരുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഓരോ മുറിക്കും സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഐ ഫീൽ സോ ഹാപ്പി ദാറ്റ് ദേ ആർ ഹാപ്പി. ഗൈസ്, ഇവരൊരു വലിയ വീട് വയ്ക്കുന്ന പറഞ്ഞു. വലിയ വീട് വയ്ക്കുമ്പോൾ നമുക്കറിയാമല്ലോ, ഇന്റീരിയർ എല്ലാം അങ്ങനെ തീ പോലെ ആയിരിക്കും. ഗൈസ്, ഇവർ സ്വന്തം കമ്പനി വെച്ച് ചെയ്തുകൊണ്ട് തന്നെ സാധനങ്ങളെല്ലാം അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ ഈ പുറത്തൊക്കെ പോകുമ്പോൾ ഈ പ്രൈവറ്റ് വില്ലാസിനകത്ത് കയറത്തില്ലേ, സത്യം പറഞ്ഞാൽ അതിനകത്ത് കയറുന്ന ഒരു പ്ലെയിനാണ് ഗൈസ് ഇതിനകത്ത്. അത് ജോസ് ചേട്ടൻ ചെയ്തുകൊണ്ടാണ് ഇത്ര രീതിയിൽ ചെയ്തത്. ജോസ് ചേട്ടനും ജോസിന്റെ ഫ്രണ്ടും കൂടി ചെയ്തുകൊണ്ട് അവരെ തന്നെ കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മുടെ വീടായതുകൊണ്ട് ഇഷ്ടമുള്ള രീതിയിലൊക്കെ വയ്ക്കാം ഗൈസ്. അത് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം മാക്സിമം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ഗൈസ്. സൂപ്പർ ആയിരിക്കും സത്യം പറഞ്ഞാൽ ഇപ്പം വീട് കാണാൻ വേണ്ടിയിട്ട്. ഒരു ഹോട്ടൽ പോലെയാണ് ഇരിക്കുന്നത് വീട് കണ്ടം. പക്ഷെ ഞാൻ ഇതുപോലത്തെ ഒരു വീട് ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. ഇതിൻ്റെ ഡിസൈൻ ചെയ്തത് ക്യാബ് ഡിസൈനാണ്. ക്യാബ് ഡിസൈൻ്റെ നമ്മുടെ അബിൻദാസ് ജോഷുവ അവർക്ക്, പിന്നെ ആനിയുടെ അഭിപ്രായം, പിന്നെ ഡാനിമോൻ്റെ അഭിപ്രായം എല്ലാം കൂടെ ഒക്കെ ക്രോഡീകരിച്ചുകൊണ്ട് അവർ വെച്ച ഒരു വീട്ടിൽ അവസാനത്തൊരു അഭിപ്രായം കിട്ടിയത് ഇങ്ങനെ കൊള്ളാം, നല്ല വീടാണ്. ഈ ഏരിയയിലെ ഇങ്ങനെ ഒരു ഡിസൈൻ, ഇങ്ങനെ ഒരു ഡിഫറൻ്റ് ഉള്ള ഒരു വീട് ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് പലരും പറഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിനകത്തൊരു സന്തോഷം. ക്യാബ് ഡിസൈനെ കുറിച്ച് പറയുമ്പോൾ ഫസ്റ്റ് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അതായത് എൻ്റെ കോൺസെപ്റ്റും ഇവരുടെ എക്സ്പീരിയൻസും ഫസ്റ്റ് നമുക്ക് മാച്ചായി പോവോ ഇല്ലയോ എന്നുള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു. എൻഡ് റിസൾട്ട് ഞാൻ എങ്ങനെ വിചാരിച്ചോ, നമ്മൾ കൊടുത്ത കോൺസെപ്റ്റ് എങ്ങനെ അവർ 3D ആയിട്ട് കാണിച്ചോ ആ 3D ഡിറ്റോ ആയിട്ട് റിസൾട്ട് ചെയ്തിട്ടുണ്ട് എല്ലായിടത്തും. ഇതിന് കുറെ നല്ല എഫേർട്ട് ഇട്ടിട്ടുണ്ട് ജോഷി അഭിനയം. കാരണം 2-3 കാര്യം പറയാന്ന് വെച്ചാൽ ഞങ്ങള് പടങ്ങളൊക്കെ ഇറങ്ങുമ്പോൾ പെട്ടെന്നൊക്കെ പോകും, ഞാൻ എൻ്റെ ഫ്രണ്ട്സും പോകും. അപ്പൊ ജോഷിയൻ വരുന്നതാണ് പൊതുവെ. ഈ വീടിന്റെ പ്ലാനിങ് ഒക്കെ തുടങ്ങുമ്പോഴൊക്കെ ഇവൻ മിക്കപ്പോഴും ലേറ്റ് നൈറ്റ് ആണ് പടത്തിന് പോകുന്നത്. ഇപ്പൊ ഇവൻ വരത്തില്ല. ഇവൻ ക്യാപ്പ് അഭിനുമായിട്ട് ഒരുമിച്ചിരുന്ന് ഇവൻ ഡിസൈൻസ് ഒക്കെ ഇത് ചെയ്യും, സ്ട്രക്ചർ ചെയ്യും. ഭയങ്കര കുറെ ടഫ് ഡേയ്സ് ആയിരുന്നു അത്. അപ്പോൾ വീട് ഇത്ര ഭംഗിയായിട്ട് വരുമെന്ന് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഏറ്റവും ഇഷ്ടപ്പെട്ട അവരുടെ കളർ കോമ്പിനേഷനാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അതുപോലെ തന്നെ ഇതിന്റെ സെറ്റപ്പ് ഒക്കെ ഇല്ല ഡിസൈൻ്റെയും, അതുപോലെ തന്നെ ക്യാപ്പ് ഇവരുടെ ക്യാപ്പ് ഡിസൈനിങ്ങിന്റെ ഒക്കെ ബ്രെയിൻ വർക്കാണ് ഇതിന്റെ ഇന്റീരിയർ ഡിസൈൻ എന്ന് പറഞ്ഞിട്ട്. ഇതുവരെയും ഞാൻ കണ്ടിട്ടില്ലാത്ത പല 5 സ്റ്റാർ ഹോട്ടലിലൊക്കെയാണ് ഈ ഒരു മോഡൽ കണ്ടിട്ടുള്ളത്. ഒരു വീടായിട്ട് ഇപ്പൊ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഡിസൈൻ ആയാലും പെയിന്റിങ് ആയാലും കളറൊക്കെ ചെയ്തിരിക്കുന്നതായാലും എല്ലാം കൂടെ ഒക്കെ ഇവര് മനസ്സറിഞ്ഞ് ചെയ്യും. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഇത് ചെയ്ത് വരുമ്പോഴത്തേക്ക് അവരുടെ മനസ്സിൽ എന്ത് തോന്നുന്നു ആ രീതിക്ക് അവർ ചെയ്തു വെച്ചു. ഹൈ ക്ലാസ് ലെവലിലുണ്ട്. കാരണം ഞങ്ങൾ ഹയാത്തിലൊക്കെ പോകുമ്പോൾ ആ ഒരു വൈബ് ഇപ്പൊ ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. മൊത്തത്തിൽ ആ ഒരു ആംബിയൻസ് ഉണ്ട് ഈ വീട്ടിലൂടെ. ഇച്ചിരി വലുതാണ്, ഞങ്ങൾക്ക് ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ടും കൂടിയാണ് ഇപ്പൊ ഇത്. ഈ ലൈറ്റും ഒക്കെ കാണാൻ എനിക്ക് അത്രയ്ക്കും പ്രകാശപൂരിതമായിരിക്കുന്ന ഒരു ലൈറ്റ് എല്ലാത്തിലും. പിന്നെ മക്കളുടെ ഈ കിടക്കയൊക്കെ 5 റൂമിലും ഈ കിടക്കയൊക്കെ സംവിധാനം ചെയ്തിരിക്കുന്നത് സാധാരണ ഒരു കട്ടിൽ മോഡലല്ല ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. അത് കാണുമ്പോൾ മനസ്സിലാക്കുന്നില്ല. എത്രത്തോളം കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. പുറത്തുനിന്ന് മേടിക്കേണ്ട സെയിം സാധനങ്ങൾ ഇവർ ഇതിനകത്തിട്ട് കസ്റ്റമൈസ് ചെയ്ത്, ഇപ്പോൾ ബീറോ ആയാലും കഥകായാലും എല്ലാം ഇവിടെ ഇട്ട് ഇതിനെ കസ്റ്റമൈസ് ചെയ്ത സാധനങ്ങളാണ് ഗൈസ്. അപ്പോൾ എത്രത്തോളം കോസ്റ്റ് എഫക്റ്റീവ് ആക്കാൻ പറ്റുമോ അതെല്ലാം ഇവിടെ തന്നെ ചെയ്തിട്ടുണ്ട്. ആഗ്രഹിച്ചതുപോലെ അവർക്ക് നടന്നു. എല്ലാ റൂമുകളും എല്ലാം ഞങ്ങൾ ഇതുവരെയും ഈ ഏരിയയിൽ തന്നെ ഈ ഒരിടത്ത് കാണാത്ത ഒരു വീടാണ് ഞങ്ങൾക്ക് ഇപ്പോൾ കാണുന്നത്. ഇതിൻ്റെ അകത്തിരുന്ന സമയം പോകുന്നത് പോലും അറിയുന്നില്ല. പിന്നെ സാധനങ്ങളെല്ലാം എല്ലാ ഫർണിച്ചറും എല്ലാം ഒരു ഇതായ ഈ പെയിൻറ്റും എല്ലാം കൊണ്ട് പിന്നെ മക്കളുടെയും സന്തോഷം. ഈ ഇന്റീരിയേഴ്സ് ഇതിലുള്ള വീട്ടിൻ്റെ അകത്തുള്ള ഇന്റീരിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് 1 വർഷത്തോളം ഒരിടത്ത് തന്നെ ഈ സാധനം വരുന്നവരെ വെയിറ്റ് ചെയ്തിരുന്നെടുത്താണ്. പിന്നെ ഓരോ ഇന്റീരിയേഴ്സും ഓരോ സ്ഥലത്തായിട്ടൊക്കെ ഇപ്പോൾ ഞങ്ങൾ മുംബൈക്ക് പോയതും കുറച്ച് ഇന്റീരിയേഴ്സ് വീട്ടിൻ്റെ അകത്തുള്ള സാധനങ്ങൾ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മുംബൈയിലും പോയത്. അപ്പോൾ മൊത്തത്തിലെന്ന് പറഞ്ഞാൽ കുറച്ച് കഷ്ടപ്പെട്ട് നല്ല രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ട് വീട്. ലാസ്റ്റിൽ വീട് കയറുന്നതിൻ്റെ തലേന്ന് എല്ലാവരും കൂടെ ഒക്കെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചെങ്കിലും
ആ ഡിസൈൻ ചെയ്ത ക്യാബ് ഡിസൈനിന്റെ ജോഷുവയും അബിൻദാസും അവർ ഫൈനലായിട്ട് ചെക്ക് ചെയ്തിട്ടാണ് വീട് കൂട്ടി ഇറങ്ങിയത്. അത് ഞാൻ ജോഷിയുടെ പറയുകയും ചെയ്തു, ഈ ഐഡിയ നീ 10 വർഷം മുമ്പ് പറഞ്ഞു തന്നെങ്കിൽ ഞങ്ങൾ ഇതുപോലെ ചെയ്യുമായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു അതിനെന്തൊരു അതിന് മേടിക്കുന്നത്, നമുക്ക് എല്ലാവരും ഡിബേറ്റ് ചെയ്തതുപോലെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കഷ്ടപ്പെട്ടതിന് ദൈവം അവരെ അനുഗ്രഹിച്ചു. വീട് കയറുന്ന സമയത്ത് കുറച്ച് പേരെ ക്ഷണിച്ചിട്ടുള്ളതെങ്കിലും വന്നവരെല്ലാം നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. നല്ല രീതിക്കാണ് ചെയ്തിട്ടുള്ളത്, നല്ല ഡിസൈൻ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ലൈറ്റ് ആയാലും പെയിന്റ് ആയാലും ഇന്റീരിയർ വർക്ക് ആയാലും പ്ലംബിങ്ങിന്റെ പണിയായാലും എല്ലാം ഇതിന്റെ അണിയറയിൽ പ്രവർത്തിച്ച എല്ലാവരും നല്ല ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. വിചാരിച്ച സമയത്തിന് പണി ചെയ്ത് തീർക്കാനും പറ്റി, അടിപൊളിയായിട്ട് ചെയ്യാനും പറ്റി. അതിന് ക്യാബ് ഡിസൈൻസ് അവർക്ക് വേണം ഇത് എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞ സമയത്തിന് അവർ വർക്കെല്ലാം ചെയ്ത് ഫിനിഷ് ആക്കി. ഐ ആം സോ ഹാപ്പി ബിക്കോസ് ഐ വോണ്ട് ദം ടു ഫീൽ ഹാപ്പി. ആ ഫീലിംഗ് അവർക്കുണ്ട്. അത് കാണുമ്പോൾ മുഖത്ത്, എല്ലാവരുടെയും മുഖത്ത് വീടിനെ കുറിച്ചുള്ള ഒരു ഇതും വീട് കയറിയ സമയത്തുള്ള ആ ഒരു പ്ലസന്റ് മൊമെന്റ്സും എല്ലാവരുടെ മുഖത്തുള്ള സന്തോഷവും, ആ സന്തോഷം കാണുമ്പോൾ നല്ലൊരു ഫീലിംഗ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ വീട് വെച്ചൊരു ഗൈസ് അവര് മാത്രമല്ല ഹാപ്പി, ഞങ്ങൾ എല്ലാവരും ഹാപ്പിയാണ് ഗൈസ്. ജോസഫ് ഇത്ര നാളൊക്കെ വീടൊന്നും ഇല്ലായിരുന്നല്ലോ. അപ്പൊ ഇത്ര നാൾ കഷ്ടപ്പെട്ട് ഇത്ര ഒരു വലിയ വീട് ഇത്രയും ഡിസൈനായിട്ട് ചെയ്തപ്പം അവര് മാത്രമല്ല ഗൈസ്, ഞങ്ങൾ എല്ലാവരും ഹാപ്പിയാണ്. മാത്രമല്ല ഇപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു റൂം ഉള്ളത് പോലെയാണ് ഞങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നത്. പക്ഷേ ഈ വീട്ടിൽ തന്നെ ഞങ്ങൾക്ക് ഒരു റൂം ഉള്ളതായിട്ട് ഹാപ്പിയാണ്. പിന്നെ ദേവാസി നന്ദിക്രോസണ്ണൻ അവരുടെ സന്തോഷവും മക്കളുടെയും എല്ലാം കൂടെ ദൈവം കൂട്ടിച്ചേർത്തതിനും ദൈവത്തിനും നന്ദി. ഓരോരുത്തരുടെ അധ്വാനത്തിൻ്റെ ഫലം മക്കളിലൂടെ എല്ലാം കണ്ടെത്തി ഞങ്ങളുടെ ഫാമിലിയിൽ ഇങ്ങനെ ഒരു ഭവനം പൂർത്തീകരിച്ച്. ഈ വീട് ഇതിൽ ഏറ്റവും കൂടുതൽ എഫർട്ട് എടുത്തിട്ടുള്ളത് ഡാനിമോനാണ്. സന്തോഷമുണ്ട്, മാതാപിതാക്കൾക്ക് സന്തോഷമുണ്ട്. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഹാപ്പി ഇൻ ദ സെൻസ് അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഞാൻ ഭയങ്കര സന്തോഷമാണ്. ഈ ഭവനം ഇത്രയും നല്ലൊരു ഭവനം എനിക്ക് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല. പക്ഷെ സത്യം പറയാമെങ്കിൽ പടിയെന്ന് അകത്തോട്ട് കയറുമ്പോൾ എൻ്റെ കൈകാണ്ട് വിളക്കുകയാണ്. എനിക്ക് ഈശോ ഇങ്ങനെ ഒരു ഭവനം തന്നെ എൻ്റെ മക്കളിലൂടെ. സത്യം പറയുകയാണെങ്കിൽ ഇതിനകത്ത് ഇരിക്കാനുള്ള യോഗ്യത എനിക്കുണ്ടോ എന്ന് വരെ ഞാൻ ചിന്തിക്കുന്നുണ്ട്. അത്രയ്ക്ക് ഈശ്വരനോട് എനിക്ക് നന്ദി പറഞ്ഞാൽ തീരില്ല. എല്ലാം കഴിഞ്ഞ് എല്ലാവരും വീട്ടിൽ നിന്ന് പോയി. ഒത്തിരി ആൾക്കാരൊന്നും ഉണ്ടായിരുന്നു. എല്ലാവരും പോയി. ഞാൻ ഒരു 2 മണിക്ക് ഇറങ്ങിയിട്ട് 7 മണിക്ക് എഴുന്നേറ്റു. ബോധമില്ലായിരുന്നു. ആവശ്യം ആരും എന്നെ എഴുന്നേൽപ്പിച്ചില്ല. ഡാൻസ് ചേട്ടൻ മാത്രം വന്ന് അവസാനം അത് ഒരൊറ്റ തട്ടിന് അങ്ങനെയാണ് എഴുന്നേറ്റത്. എല്ലാവരും നല്ല ക്ഷീണത്തിലായിരുന്നു. സുഖ പരിപാടി എല്ലാം തീർന്നു. അങ്ങനെ ഗൈസ് എല്ലാം കഴിഞ്ഞ് ഞാൻ നല്ല ഉറക്കം ഉറങ്ങി ഗൈസ്. അപ്പോൾ രാത്രിയായി. ഇനി ഫാമിലി എല്ലാവരും കൂടി ഒരു ഗെറ്റ് ടുഗെദർ പഴയ കാലം പോലെ എല്ലാവരും കൂടെ സംസാരിച്ചിരിക്കും ഗൈസ്. പക്ഷെ ഇന്നത്തെ ഡേ നൈസ് ആയിരുന്നല്ലേ. അത് നമ്മളില്ലേ 6:30 ആയപ്പോഴാണ് കിടന്ന് ഉറങ്ങി. എന്നിട്ട് 8:45 വീണ്ടും എഴുന്നേറ്റ്. അത്ര സമയം ഉറങ്ങിയുള്ളൂ. പക്ഷെ നമ്മൾ ആ 2 മണിക്കൂറിൽ പിടിച്ചു നിന്ന് ഇത്ര സമയം നല്ല രസമുണ്ടായിരുന്നു. ഞാനിപ്പോൾ ചെല്ലുന്നത് ഒരു പഴയ ഫിലിം ക്യാമറയിൽ ചെന്ന് പതിയാൻ പോകുന്ന ഒരു ചിത്രത്തിലേക്കല്ല. കഴിഞ്ഞ ഒരുപാട് നാളുകളായി ഞാൻ കാണുന്ന എൻ്റെ സ്വപ്നത്തിലേക്കാണ്. എൻ്റെ കുടുംബം.